നിതിൻ അക്കൂട്ടത്തിൽ ഇ പി ഇല്ലെന്ന് ഉറപ്പിക്കാവോ? നിതിന് ഉറപ്പിച്ച് പറയാവോ? കാര്യം ഇന്ന് കെ സുരേന്ദ്രൻ പറയുകയായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് ഇ പിയുമായി ചർച്ചകൾ നടത്തിയത്. ഇ പി എന്നല്ല, സി പി എമ്മുമായി അടുത്ത് നിൽക്കുന്ന ഒരാളും അതിലുണ്ടാകില്ല എന്ന് ഉറപ്പിക്കാം. മാത്രമല്ല, ജൂൺ 4 കഴിയുമ്പോൾ ഇന്ത്യയിൽ അധികാരത്തിൽ നിന്ന് ബി ജെ പിയുടെ സർക്കാർ താഴെ ഇറങ്ങുന്നതും ഇന്ത്യയിലെ ജനം കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. പിന്നെ ബി ജെ പിക്കാർ പറയുന്ന ആരെടുക്കാനും പകുതി സമ്മതം, ബി ജെ പിക്ക് സമ്മതമാണ്, ആരെ വേണമെങ്കിലും എടുക്കാൻ സമ്മതമാണ്. പക്ഷേ സി പി എമ്മുകാരുടെ അടുത്തോ ഇടതുപക്ഷക്കാരൻ്റെ അടുത്തോ ആ വെള്ളം വേവില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. വേവുന്നവരുണ്ടാവും, പത്മജ ഉണ്ടാകും, അബ്ദുള്ള കുട്ടി ഉണ്ടാകും, അനിൽ ആന്റണി ഉണ്ടാകും, അതുപോലുള്ളവരുണ്ടാകും. പിന്നെ ദല്ലാളുമായിട്ട് ബി ജെ പിക്കാർക്ക് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ ദല്ലാൽ നന്ദകുമാറിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് പോയത്. എന്തിനാണ് പോയത് എന്ന് തൃപ്തികരമായൊരു വിശദീകരണം നൽകാൻ ഇതുവരെയും ശോഭാ സുരേന്ദ്രന് പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്തരം പണിയാണ് ബി ജെ പി ഇന്ത്യയിലാകെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ രാഷ്ട്രസേവനമെന്നോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമോ എന്നില്ല. അധികാരത്തിലേക്ക് എത്താൻ ഏതെങ്കിലും നിലയിൽ ഇത്തരത്തിലുള്ള ഏത് കുതിര കച്ചവടവും രാഷ്ട്രീയത്തിലെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന മര്യാദകൾ മുഴുവൻ ഇല്ലാതാക്കിയതിൻ്റെ ഉത്തരവാദിത്വമുള്ള പാർട്ടിയാണ് ബി ജെ പി. അതിന് കാരണവുമുണ്ട്. ബി ജെ പി എന്ന് പറയുന്നത് RSS ആണ്, അല്ലാതെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ. നമ്മുടെ സമയം കഴിഞ്ഞത് ഞാൻ ആദ്യഘട്ടത്തിൽ ഇടപെട്ടെങ്കിൽ താങ്കൾക്ക് സംസാരിക്കാൻ കുറച്ചെങ്കിലും സമയം കിട്ടിയെന്നാണ് ഞാൻ കരുതുന്നത്. പോട്ടെ.